മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ്. ഇപ്പൊ വന്ന ഒരു പ്രൊമോ, അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പ്രൊമോയിൽ വന്നതിനെ കുറിച്ച് ഞങ്ങൾ രാവിലെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ തന്നെ സംസാരിച്ചു. ഇതെന്താണെങ്കിലും ഇതിങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ എന്നുള്ള രീതിയിൽ. അതായത് മിഡ് വീക്ക് സസ്പെൻഷൻ, അതിൽ 6 പേര് അകപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു അനീഷ് തെരഞ്ഞെടുത്ത 2 പേർ, അതായത് സഹായികളായിട്ട് തെരഞ്ഞെടുത്തിരുന്നത് അപ്പാനി ശരത്തിനെയും അനുമോളിനെയായിരുന്നു. അപ്പോ ഇപ്പൊ 2 ടാസ്ക് കഴിഞ്ഞു. ആദ്യത്തെ ടാസ്കില് അനീഷ് പരാജയപ്പെട്ടു. ഓക്കെ, അപ്പോ ഇത് കഴിഞ്ഞ ഉടനെ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും ആരെയും ബ്ലെയിം ചെയ്യൂല, 100% ഞാൻ എന്റെ ടീമിന്റെ പെർഫോമൻസിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ആ ആള് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഇന്നത്തെ ഗെയിം കഴിഞ്ഞപ്പോ ആളുടെ ആ സാറ്റിസ്ഫൈഡ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അടുത്ത ടാസ്ക് ഉണ്ടല്ലോ, അതിൽ നിന്ന് പിടിക്കാം, അതും കൂടി വരട്ടെ, എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കട്ടെ, അനുസരിച്ച് കളി മാറ്റാമെന്നുള്ളതായിരുന്നു ആൾ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇതിന്റെ പ്രൊമോ കാണാം. എന്താണെങ്കിലും കൊള്ളാം, ഗംഭീരമായിട്ടുണ്ട്. പ്രൊമോ കാണാം, അതിനുശേഷം സംസാരിക്കാം. സ്വന്തം സഹായികളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവരുടെ പെർഫോമൻസിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അണ്ടർ പ്രഷറിൽ നിൽക്കുമ്പോൾ ശരത്തിന് ടോട്ടലി ബ്ലാങ്ക് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അനുമോള് മനഃപൂർവ്വം തോൽപ്പിക്കണം എന്ന ധാരണ വെച്ചിട്ടാണോ? ഒരു നന്ദിയില്ലാത്തൊരു മനുഷ്യനാണ്. കൈ കാൽ മുട്ട് മുറിച്ചിട്ട് പോലും അത് മുറിച്ച് എന്ത് പറ്റുന്ന പോലും ചോദിച്ചിട്ടില്ല. അറിയാമോ, ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് രാത്രി 9:30. എങ്ങനുണ്ട്? ടോട്ടലി കളഞ്ഞില്ലേ, കൊണ്ടുപോയി കളഞ്ഞില്ലേ. അതായത് ഇന്ന് നമുക്ക് ആ ഗെയിം കണ്ട് തീർക്കുന്നതോടെ വരെ നമുക്ക് കിട്ടിയ പ്രേക്ഷകർ പ്രേക്ഷകർക്ക് കിട്ടിയ ഒരു വൈബ് ഉണ്ടായിരുന്നു. അതെ, ആ പ്രൊമോ ഇറങ്ങിയതോടെ അതങ്ങ് പോയി. അതായത് ഈ അനീഷ് ഇന്നലെ കളി കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കൂടെ നിൽക്കുന്നതും അതിനുശേഷം കിട്ടിയത് വെച്ചിട്ട് അതിൽ സന്തോഷിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് കിട്ടിയൊരു സന്തോഷമുണ്ട്. അതായത് ഇതിലൊരു എങ്ങനെ ഗെയിം എന്ന് പറഞ്ഞാലും ജെനുവിനിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് നമ്മൾ അളക്കും. ഇതിൽ ഇപ്പോൾ 2 പേരുടെ ജെനുവിനിറ്റിയാണ് നമ്മൾ ആദ്യം ചോദ്യം ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഇവിടെ അനീഷാണല്ലോ ഇപ്പോൾ അതായത് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കളിച്ച 2 പേരും ആത്മാർത്ഥത കാണിച്ചില്ല. ഓക്കെ, അപ്പാനി ശരത്ത് വളരെ മികച്ച രീതിയിലാണ് കളിച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അനുമോൾ വളരെ മികച്ച രീതിയിലാണ് ഞങ്ങൾക്ക് കളിച്ചതായിട്ട് തോന്നിയിട്ടുള്ളത്. അതായത് ആള് ശത്രു ആണല്ലോ എന്നൊന്നും കരുതിയിട്ട് ഒരു രീതിയിലും മോശമായി കളിച്ചതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. സത്യമായിട്ടും എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇന്നലെ അപ്പാനിശരത്തിന്റെ ഗെയിം കഴിഞ്ഞിട്ട് പലരും വന്ന് കമന്റ് ചെയ്യുന്ന കണ്ടു. അപ്പാനിശരത്തും അനുമോളും മനഃപൂർവ്വം, അതായത് ഒരു ചാവി തന്നെ വീണ്ടും വീണ്ടും വെള്ളത്തിൽ നിന്ന് എന്തെന്ന് വർത്താനൊക്കെ പറയണം. അയാള് ഓരോ ചാവി എടുത്തിട്ട് വരുന്ന ലൈവ് കണ്ടവർക്ക് മൊത്തം അറിയാം. ഓരോ ചാവി എടുത്തിട്ട് വരുന്നതും ആ ചാവി ഫിറ്റ് ആവാഞ്ഞിട്ട് താഴെ പോയി ചാടുന്നതും പിന്നെയും പോയി എടുക്കുന്നതും, എന്നിട്ട് അതും പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി കളിക്കുന്ന കാണുമ്പോ നമുക്ക് മനസ്സിലാവൂലേ പിന്നെന്താ, അതായത് ആത്മാർത്ഥമായി കളിക്കുന്നതും അല്ലാതെ കളിക്കുന്നതും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പൊ ബിഗ് ബോസ് സീസൺ 4 എനിക്ക് ഓർമ്മയുണ്ട്, റോബിൻ ലക്ഷ്മിപ്രിയക്ക് വേണ്ടി കളിച്ചത്, അത് ഭയങ്കര പ്രശ്നമായിരുന്നു. ആ രീതിയിൽ കളിച്ചാൽ അത് കണ്ടെത്തുക തന്നെ ചെയ്യും. പിന്നെ ഇത് ഒരിക്കലും ചതിയായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. അതിൽ ചതി ശരിക്കും അനീഷാണ് നടത്തിയിട്ടുള്ളത്. വേറൊരു കാര്യം പറയട്ടെ, ഇനി അതൊക്കെ വിട്. ഇപ്പൊ അനീഷ് നിന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ടല്ലോ, ബിഗ് ബോസ് അനീഷെ അപ്പാനിശരത്തിന് അനുമോളെ നീ എടുത്തോ എന്ന് പറഞ്ഞു കൊടുത്തതല്ല. ബാക്കി കണ്ടസ്റ്റന്റ്സ് അവിടെ ഉണ്ടായിരുന്നു, അതിനകത്തുനിന്ന് അനീഷ് സെലക്ട് ചെയ്താണ് ഇവർ 2 പേരും. അല്ലെങ്കിൽ മത്സരാർത്ഥികൾ തീരുമാനിച്ച് കൊടുക്കണമായിരുന്നു, നിനക്ക് അപ്പാനിശരത്തും അനുമോളും മതിയെന്ന് മത്സരാർത്ഥികൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇത് ആള് പോയി തെരഞ്ഞെടുത്തതാണ് ഇവർ 2 പേരെയും. അവിടെ വേറെ കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് എടുത്തുകൂടായിരുന്നോ? അപ്പോ ആളുടെ ഉദ്ദേശം മറ്റൊന്നു തന്നെയാണ്. ഓക്കെ, എന്നിട്ട് ഇത് ഇത്രയും നല്ല രീതിയിൽ കളിച്ചു കൊടുത്തിട്ട് ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞ കാര്യം ഇതിൽ കണക്ട് ചെയ്ത് പറയണം. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ, അതായത് ഏറ്റവും നല്ല മനുഷ്യരെന്താണ്, ഞാൻ എന്തൊരു നല്ല മനുഷ്യനാണെന്ന് ആള് തന്നെ ആളെ തള്ളാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ ഇപ്പൊ തകിട് പൊടിയായി. അപ്പൊ ഫേക്ക് അല്ലേ ആള്, പക്കാ ഫേക്ക്. അയാൾ എന്തായിരുന്നു അതൊക്കെ ഇന്നത്തെ ഈ ഇതോടെ തീർന്നു. നമ്മളിത് തിരിച്ചറിഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇടയ്ക്കിടയ്ക്ക്. അതായത് ആള് ഇപ്പൊ ഇങ്ങനെയാണെങ്കിലും ഇത് കഴിഞ്ഞാൽ മൊത്തത്തിൽ കഴിയട്ടെ, അതായത് അജ്ഞാതവാസം ആൾക്കെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും മൊത്തം തിരിച്ചു പറയും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അത് തന്നെ സംഭവിച്ചു. സെയിം കാര്യം തന്നെ. കുറെ കമന്റ്സും വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോക്ക്. ഇപ്പോഴൊക്കെ അങ്ങനെയാണെങ്കിലും അനീഷിന്റെ സ്വഭാവം കാണിച്ചു. നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഇന്നലത്തെ പോസിറ്റീവ് ഇതൊക്കെ കണ്ടപ്പോ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അനീഷ് തകർത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കണ്ടപ്പോ തന്നെ കുറച്ചെങ്കിലും വിവരമുള്ള ആൾക്കാരൊക്കെ അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അധികമൊന്നുമില്ല, ഈ ടാസ്ക് കഴിയുമ്പോ കണ്ടോണം നിങ്ങളെന്ന്. ആൾക്കൊരിക്കലും അത് വിട്ടുപോകില്ല, ആളുടെ ഉള്ളിലുള്ളതാണ് അത്. കാരണം ആളുടെ ക്യാരക്ടർ അതാണ്, അങ്ങനെയാണ്. സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന ഒരു ക്യാരക്ടറാണ് അത്. നമുക്കിപ്പോ മനസ്സിലായല്ലോ. ഇപ്പൊ ഇവരാ ജയിച്ചായിരുന്നെങ്കിൽ ഇങ്ങനെ എന്തായിരിക്കും അതിനകത്ത് പറയാ. അപ്പൊ അപ്പോഴും അതാണ് അതായത് അപ്പൊ ബ്രില്യന്റ് ആയിട്ട് അനീഷിന്റെ ബ്രില്യന്റ് ആയിട്ടുള്ള സെലക്ഷൻ വളരെ മികച്ചു. അതായത് ശത്രുക്കളെ തന്നെ തെരഞ്ഞെടുത്ത് വിജയിപ്പിക്കുക. അത് ഇവരുടെ PR ടീം പറയും. അതെ, വിജയിപ്പിച്ചെടുത്തു എന്നൊക്കെ പറയും. എന്താണെങ്കിലും കുറച്ചെങ്കിലും ബോധമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതെന്തായാലും അങ്ങനത്തെ കാര്യത്തിലേക്കൊന്നും പോലെ. കാരണം ഇവർ അതിന് മാത്രം റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ഇവർ 2 ഗെയിമിൽ റിസ്ക് എടുത്തതാണ്. പിന്നെ കേൾക്കാന്ന് പറയുമ്പോ ഒരു പണിയെടുക്കാണ്ട് മൂലക്ക് നിന്നിട്ട് വെറുതെ വന്നിരുന്നിട്ട് പറയും. ഇതിനകത്ത് ഇനി ഇതിന്റെ വേറൊരു കാര്യം പറഞ്ഞാൽ അല്ല, ഇവന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ട്. ഇവർ ഗെയിമിലേക്ക് പോണ സമയത്ത് തന്നെ ഉണ്ട് അനിമോള് പറയുന്നുണ്ട് ഫ്രൂട്ട്സും അങ്ങനത്തെ ഉള്ള സാധനങ്ങളും ഉണ്ടെങ്കിൽ അതെടുത്താ മതി. ഈ കള്ള പറഞ്ഞു കൊടുത്തത് പെട്ടി എടുത്താ മതിന്ന്. ആ വലിയ പെട്ടി ഫുള്ള് നിറയ്ക്കണം എന്ന് പറഞ്ഞു കൊടുത്ത ആളാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞത് മോശമാണെങ്കിൽ സോറി, അതല്ല ഞാൻ എന്റെ ആ ഒരു ശൈലിക്ക് പറഞ്ഞു പോയതാണ്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിരുന്നിട്ട് ഇമ്മാര് ഡയലോഗ് അടിച്ചാല് എന്തെന്നാ പറയാ. പറഞ്ഞിട്ടായിരുന്നു. പിന്നെ മാത്രല്ല അനീഷ് അവിടെ നിന്നില്ല. അപ്പോഴേ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് മറ്റുള്ളവരൊക്കെ കൂളായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ ടെൻഷൻ ഉണ്ട്. അതായത് അജ്ഞാതവാസത്തിന് പോകേണ്ട 2 പേര് പോകണല്ലോ, ലാസ്റ്റിലേക്ക് വരുന്ന 2 പേര് എന്തായാലും പോകേണ്ടി വരും. അപ്പോൾ ആ ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അനീഷ് എത്ര തവണ ബിഗ് ബോസ് പറഞ്ഞിട്ട് ഇരുന്നിട്ടില്ല അവിടെ എന്നറിയോ. എണീറ്റ് നിൽക്കായിരുന്നു, അവിടെ പോകാൻ എണ്ണാൻ നിൽക്കുന്നു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായതാണ് ഇങ്ങനെയുള്ള ക്യാരക്ടറിൽ നിന്ന് അത് വ്യക്തമായി മനസ്സിലാവാൻ പറ്റും. അതായത് അവർക്ക് എന്തൊരു നോളാപ്പി ക്യാരക്ടറാണ്. ഞാൻ അതാ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയും ഇതിപ്പോ ഗെയിം അല്ലാതെ എന്ത് ഗെയിം ഇത് തന്നെയാണ് ഗെയിം. ശരിയാണ്. അതായത് വളരെ ആത്മാർത്ഥമായി പണിയെടുത്തതല്ല എന്ന് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ചതിച്ചു എന്ന് പറയാം. അതായത് അനുമോളും അപ്പാനി ശരത്തും വളരെ സീരിയസ് ആയിട്ട്, അതായത് ഫസ്റ്റ് ഗെയിം തോറ്റപ്പോ ഇവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, സങ്കടമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അപ്പാനി സത്യമായിട്ട് പറയാം, ഞങ്ങൾക്ക് തുടക്കത്തിൽ അപ്പാനി ശരത്തിന് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഇപ്പതാ ആള് ഭയങ്കര ജെന്യൂൻ ആണ്. ഈ കിടന്ന് ഈ ചാടും അങ്ങനത്തെ സംഭവങ്ങളുണ്ട്, ദേഷ്യപ്പെടുന്ന സംഭവങ്ങളുണ്ട്. പക്ഷെ എന്നാലും ആളുടെ ജെന്യൂനിറ്റി ഭയങ്കരമാണ്. അതെ, ഈ ചാടുന്നതൊക്കെ ആർക്കെതിരെയാണ്? ഈ ഹനീഷിനെതിരല്ലേ? പിന്നെ ഷാനവാസിനെതിരെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അപ്പൊ അക്ബറിന് വേണ്ടിയിട്ടാണ്. അപ്പോഴതും നമുക്ക് മനസ്സിലാക്കണം ശരിക്കും. അതായത് അക്ബറിനോടുള്ള സൗഹൃദം ആൾക്ക് വളരെ ജെന്യൂൻ ആയിട്ടുള്ള സൗഹൃദമാണ്. ഇന്ന് ആ എണ്ണുന്ന സമയത്ത് കണ്ടോ എക്സ്പ്രഷൻ ഇട്ടത്? അതായത് അവിടെ പോയി നിന്നിട്ട് സാധനം ഉണ്ടല്ലോ, ചെന്നിട്ട് ഇത് തെരഞ്ഞ്, അതായത് ഇവരുടെ എണ്ണി കഴിഞ്ഞു. അതിനുശേഷം അക്ബറും ഷാനവാസും അവർ ഭയങ്കര ശക്തരായ മത്സരാർത്ഥികളാണ്. അപ്പൊ അവർ നല്ലോണം കളക്ട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അവിടെ പോയിട്ട് നോക്കി നിൽക്കുകയാണ്, എന്ത് ഞങ്ങളെക്കാൾ കൂടുതൽ എടുത്തിട്ടുണ്ടോ? അപ്പൊ ഇതൊക്കെ അവിടെ നടക്കുന്നതല്ലേ ഇതൊക്കെ. അതായത് അപ്പാനി ശരത്തിന് ജയിക്കാനുള്ള സാധനമല്ല, അനീഷിന് വേണ്ടി ചെയ്തു കൊടുത്തതാ. അപ്പൊ ആത്മാർത്ഥം മനസ്സിലാക്കണം. എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ നിക്കുക. അപ്പൊ അക്ബർ എന്നിട്ട് ഒരു അപ്പാനിമാരിവിടെ വേണ്ട, അപ്പൊ പപ്പാനി ഒന്നും ഇവിടെ വേണ്ട, എണ്ണ ഞങ്ങൾക്ക് അറിയാതൊക്കെ പറഞ്ഞു. അപ്പൊ അതിൽ സൗഹൃദം ഞങ്ങൾ കണ്ടു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. എന്നിട്ട് എണ്ണി തുടങ്ങി 30ന്റെ മുകളിലേക്ക് എണ്ണ തുടങ്ങിയപ്പോഴത്തേക്കും പോയി തലയിലൊക്കെ കൈ വെച്ചിട്ട് എന്തൊരു അത് അങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ അല്ലാത്തൊരു കലിപ്പൊക്കെ ആയിരിക്കും. സത്യം. ഇപ്പൊ അനീഷ് അവിടെ നിന്നുണ്ടെങ്കിൽ അനീഷ് ഇങ്ങനെ വേർലി പിടിച്ചിട്ടായിരിക്കും. അനീഷാണ് ഇപ്പോ അതായത് ഇന്ന് നടന്ന ടാസ്കിനെ കുറിച്ച് പറയാം. ടാസ്കില് പല സാധനങ്ങളും വെച്ചിട്ട് അടക്കാൻ പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് 2 പേര് അടച്ചിട്ടില്ല ഫ്രിഡ്ജ്. ഒന്ന് നവീന്റെ കൂടെ ആരായിരുന്നടാ? അഭിലാഷും. പിന്നെ അനുമോളും ശരത്തും. അതുവരെ അത് കുത്തിക്കൊള്ളിച്ചിട്ട് ഇത് അടക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അത് മാറ്റിയിട്ടിട്ട് അതില് കള്ളക്കളി തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. അനുമോളും ശരത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലുള്ള സാധനങ്ങളൊക്കെ വലിച്ച് മാറ്റിയിട്ടിട്ട് പിന്നെ നിറച്ച് അതിന്റെ ഉള്ളിലുള്ളതെല്ലാം ക്ലിയർ ആക്കി ഇത് അടക്കണം. കാരണം ബിഗ് ബോസ് പറഞ്ഞു അടക്കണം എന്ന്. അപ്പോൾ ഇതിനൊക്കെ ശ്രമിച്ച് എന്നിട്ട് ഇത് അടച്ചു. ആ സമയത്ത് അനീഷ് അപ്പുറത്താണെങ്കിൽ
അനീഷിന്റെ എന്ത് ജാതി അനീഷിന് വേണ്ടിയിട്ടല്ല, അതായത് ഈ അനുമോളും അപ്പാനി ശരത്തും കളിക്കുന്നെങ്കിൽ ഇത് കണക്കുകൾ കൂട്ടൂല, ഇത് പ്രശ്നമാണെന്ന് പറയും. ശരത്ത് അടച്ചിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നായിരിക്കും പറയാ. പിന്നെ മാത്രമല്ല അതിനുശേഷം പല സാധനങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എണ്ണാൻ പറഞ്ഞത് ആരോടാ? അവരോടാ, അല്ലാതെ അനീഷിനോടല്ല. അനീഷ് അവിടെ പോയി അവരുടെ കൂട്ടത്തിൽ നിന്ന് എണ്ണായിരുന്നു. ആരെങ്കിലും മറ്റുള്ള 6 ആൾക്കാരിൽ നിന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, അങ്ങോട്ട് പോയിട്ടില്ല. ഒരാളും അതിനെതിരെ പറഞ്ഞിട്ടുമില്ല. ഇല്ല, കാരണം അതൊക്കെ ഗെയിമിന്റെ അതിലങ്ങ് പോണ അതെ. സാധനങ്ങളാ. അതായത് അനീഷ് റൂൾസ് തെറ്റിച്ച് അവരുടെ അടുത്ത് പോയി ഇത് എണ്ണി എന്ന് മറ്റാരും പറഞ്ഞിട്ടില്ല. ഇതെന്താന്നറിയോ, തൊട്ടിത്തരം മനസ്സിലുള്ളവർക്ക് എന്ത് ചെയ്തു കൊടുത്താലും പിന്നെ ആ തൊട്ടിത്തരേ വരുള്ളൂ. ഈ അനീഷ് സത്യമായിട്ട് പറയാ, ഇനി ടാസ്ക് ഉണ്ടോ എന്നുള്ള അറിഞ്ഞൂടാ, ഒരു ടാസ്ക് കൂടി ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. സത്യമായിട്ട് പറയാ, വളരെ ചാൻസ് കുറവാണ്, വളരെ സാധ്യത കുറവാ. ആളെ അജ്ഞാതവാസത്തിന് വിടണം ശരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ 2 ആള് ഇതില് പെട്ട് കഴിഞ്ഞപ്പോ കണ്ടോ, ടാസ്ക് ഒക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നടന്നുണ്ടോ. അപ്പോ ആള് ഇനി, അതായത് അവരുടെ കൂടെ അതേപോലൊരു സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഗെയിം നല്ല രീതിയിൽ നടത്താൻ അനീഷ് സമ്മതിക്കൂല. അനീഷ് ശരിക്കും പോയി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഈ ബിഗ് ബോസ് വീഡിയോയിൽ കണ്ടന്റ് വരുന്നുണ്ടോ, അനീഷാണ് കണ്ടന്റ് വരുന്നുണ്ടല്ലോ, ആൾക്കാരുണ്ടല്ലോ, അത് കാണാം. എന്താ അവിടെ സംഭവിക്കണ്ടോ, ഒരു ചുക്ക് സംഭവിക്കൂല, ഒരു തേങ്ങ ഉണ്ടാവൂല, നല്ല രീതിയിൽ ഗെയിം മുന്നോട്ട് പോകും. നോക്കിക്കോ. അല്ലെങ്കിൽ ഓക്കെ, എന്തായാലും ഞങ്ങള് പോവാണ്. കൈവിട്ട കളിയാണ്, വായിട്ട വാക്കും പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂല എന്നാണല്ലോ. കുറച്ചു നേരം ഇവിടെ നിന്നുണ്ടെങ്കിൽ ചിലപ്പോ അതൊക്കെ സംഭവിക്കും. അപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കാണും. അതെ, അറവുശാലയായിട്ട് വരുന്നതായിരിക്കും.